ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു our റൂം. സോ ഇന്ന് നമ്മൾ കുറച്ചും കൂടി ഷോർട്ടർ വീഡിയോ ഫോമാറ്റിൽ ചെയ്യാനാണെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. ലൈവ് വന്നിട്ട് കുറച്ച് ദിവസമായി, ബട്ട് വി വിൽ ഗെറ്റ് ബാക്ക് ടു ദാറ്റ്. പക്ഷേ ഞാൻ ലാസ്റ്റ് വീക്ക് ഒരു വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിരുന്നു അബൌട്ട് സിറ്റി, ടോക്കിംഗ് അബൌട്ട് സിറ്റി ഇൻ ട്രബിൾ. അതുകൊണ്ട് നല്ല പോസിറ്റീവ് റിയാക്ഷൻസ് ആയിരുന്നു അതിന്. ആൻഡ് ബേസിക്കലി കുറേ കമൻസ് ഉണ്ടായിരുന്നു, ബാക്കി എല്ലാ ക്ലബ്സിനെ കുറിച്ചിട്ട് ഒന്നും കൂടി ഡിസ്കസ് ചെയ്യുക, ഷോർട്ടർ ഫോമാറ്റ് ചെയ്യുക. നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് ഹൗ വിൽ ഇറ്റ് ബി എന്നുള്ള കാര്യത്തിൽ. ഇറ്റ് വാസ് എ ഗുഡ് സക്സസ്. സോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബേസിക്കലി ലെറ്റ്സ് ടോക്ക് അബൌട്ട് ആഴ്സണലിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമ്മൾ ലാസ്റ്റ് സിറ്റി കവർ ചെയ്തു. ഇനി ആഴ്സണൽ ഫർദർ ഓൺ വിൽ കവർ ലിവർപൂൾ, യുണൈറ്റഡ്, ചെൽസി, സ്പേഴ്സ് ആൻഡ് സോ ഓൺ ആൻഡ് സോ ഫോർത്ത്, അതർ ലീഗ്സ് ടു. സോ ആഴ്സണലിന്റെ കാര്യത്തിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞാൽ ബേസിക്കലി അവര് മേ ബി നോട്ട് ആസ് ബാഡ് ആസ് സിറ്റി, ബട്ട് മേ ബി ആസ് ബാഡ് ആസ് സിറ്റി. കാരണം ലാസ്റ്റ് ഗെയിംസ് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ഹാവ് ബീൻ പെർഫോമിങ് റിയലി ബാഡ്. അവരുടെ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു ലെസ്സർ മെത്തേഡിലാണ് അവർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇപ്പോൾ ലാസ്റ്റ് അവരുടെ കുറച്ച് ഗെയിംസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ് സ്റ്റാർട്ടഡ് ടു ഗോ റോങ് ഫ്രം ബോൺമത്ത് away ഒരു 2-0 തോറ്റു. ദെൻ ദേ വൺ അറ്റ് ഷക്താർ, ദെൻ 2-2 ഡ്രോ അഗെയിൻസ്റ്റ് ലിവർപൂൾ. അത് കഴിഞ്ഞിട്ട് ദെൻ പ്രസ്റ്റൺ ഇൻ ദ EFL കപ്പ്, അത് കഴിഞ്ഞിട്ട് ന്യൂ കാസൽ ആയിട്ട് തോറ്റു. ദെൻ ദേ ലോസ്റ്റ് അഗെയിൻസ്റ്റ് ഇന്റർ, ദെൻ 1-1 ഡ്രോ ടു ചെൽസി. ഓൺ പേപ്പർ ഇതൊരു ബാഡ് റിസൾട്ട്സ് ആണ്, ബട്ട് ദെൻ അഗൈൻ യു ക്യാൻ സ്പെൻഡ് ഇറ്റ് ആൻഡ് സേ ഇറ്റ്സ് നോട്ട് ദാറ്റ് ബാഡ്. കാരണം നവംബർ ആയിട്ടേ ഉള്ളൂ. സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് ബാഡ്, ബട്ട് ദർ ആർ കൺസേൺസ് ഇൻ ആഴ്സണൽ. അവരുടെ ഗെയിം പ്ലേ ആണെന്നുണ്ടെങ്കിൽ എന്താണെന്നുണ്ടെങ്കിൽ സോ ദർ ആർ ലോട്ട് ഓഫ് കൺസേൺസ്. ദി സ്റ്റിൽ ടൈറ്റിൽ കണ്ടന്റേഴ്സ്. കാരണം അവരിപ്പോൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടേബിൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ആർ 9 points ഓഫ് ദ ടോപ്പ്. സോ 9 points ഓഫ് ദ ടോപ്പ് എന്ന് പറഞ്ഞാൽ ഇസ് ദാറ്റ് അച്ചീവബിൾ ഗോൾ? കാരണം ലാസ്റ്റ് സീസണിൽ നമ്മൾ കണ്ടതാണ്, ദേ വർ റിയലി ക്ലോസ്, ദേ വർ ലീഡിങ് ദ ടൈറ്റിൽ റേസ്, എന്നിട്ടും ദേ കുഡന്റ് ഗോ ദ ഫുൾ ലെങ്ത്. അപ്പോൾ നവംബർ ടൈമിൽ അപ്രോച്ചിങ് ഡിസംബർ 9 points ക്ലിയർ ആണ് ലിവർപൂൾ, ആൻഡ് 5 points behind സിറ്റി ഐ തിങ്ക്. സോ അതൊരു അച്ചീവബിൾ സെനാരിയോ ആണോ എന്നുള്ള കാര്യത്തിൽ നല്ലൊരു ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ഓൾസോ വിത്ത് ആർട്ടറ്റനെ കുറേ ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഇസ് ഹി ദ റൈറ്റ് മാൻ ഫോർ ദ ജോബ്? ഷുഡ് ഹി ബി സാക്ഡ്? ആളുടെ മേലുള്ള പ്രഷേഴ്സും എല്ലാതും നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യും. സോ അബൌട്ട് ആഴ്സണൽ ഞാൻ കണ്ടുവെച്ച് നമുക്ക് നമ്മൾ ലൈവിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. There are issues with Arsenal, there are issues with Arteta as well. അത് നമുക്ക് കംപ്ലീറ്റ്ലി ഡിനൈ ചെയ്യാൻ പറ്റില്ല. ബട്ട് ദെൻ അഗൈൻ ഫസ്റ്റ് തിങ് ഐ ഹാവ് ടു അഡ്രസ് ഇസ് ദേ ഹാവ് ഹാഡ് ഇഞ്ചുറീസ്. അത് കുറേ പ്ലേയേഴ്സ് ഇഞ്ചുർഡ് ആയിട്ടില്ല, ദേ ഹാവ് ഹാഡ് നോക്സ് ഹിയർ ആൻഡ് ദെയർ, ബട്ട് ദേ ഹാവ് ഹാഡ് ഇഞ്ചുറീസ് ഫോർ ഇമ്പോർട്ടൻറ്റ് പ്ലേയേഴ്സ് ആൻഡ് സസ്പെൻഷൻസ് ഫോർ ഇമ്പോർട്ടൻറ്റ് പ്ലേയേഴ്സ്. സസ്പെൻഷൻസിന്റെ കാര്യത്തിലേക്ക് നമുക്ക് വരാം, ബട്ട് ബിഫോർ ദാറ്റ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഓഡെഗാർഡ്സ് ഇഞ്ചുറി. ഐ തിങ്ക് ആഴ്സണൽ ആസ് എ ടീം അവർ കൂടുതലും ഓഡെഗാർഡിലും അതുപോലെ സാക്കയിലും കൂടുതൽ ഡിപ്പെൻഡൻ്റ് ആണ്. From what I have understood, they are either Sakeki ball കൊടുത്ത് ഉള്ളിലേക്ക് ക്രോസ് ചെയ്തിട്ട് they are trying to score goals, or they are giving it to Odegaard and they are trying to create from the center. So ഇതാണ് ബേസിക്കലി അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം ലെഫ്റ്റ് സൈഡ് ഇസ് കംപ്ലീറ്റ്ലി പാരലൈസ്ഡ്. ലെഫ്റ്റ് സൈഡിൽ അവർക്ക് യാതൊരു ടൈപ്പിലുള്ള ഔട്ട്പുട്ടും അവിടെ നിന്നില്ല. മാർട്ടിൻലി ഈസ് അണ്ടർ പെർഫോമിങ്, ഈസ് റിയലി അണ്ടർ പെർഫോമിങ്. ലാസ്റ്റ് ഗെയിം ചെൽസി ആയിട്ട് ഗോൾ അടിച്ചിരുന്നു, ബട്ട് സ്റ്റിൽ there are ബാഡ് പെർഫോമൻസ് ഫോർ മാർട്ടിനെല്ലി. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും എക്സ്പെക്ട് ചെയ്ത ഇത് എത്തിയിട്ടില്ല മാർട്ടിനെല്ലി. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആഴ്സണൽ നീഡ് ടു ഫിക്സ് ദാറ്റ് സിനാരിയോ. കാരണം അവരുടെ ആ ഒരു ഗെയിം പ്ലേ എന്ന് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ they have to find goals from other than set pieces is one thing, and also Saka, Odegaard depend ചെയ്തിട്ട്. So Odegaard injured ആയപ്പോൾ they faced a lot of issues. എല്ലാവരും സാക്കേനെ ഡിപ്പെൻഡ് ചെയ്ത ടൈപ്പ്. പിന്നെ ഗിവ് ദ ബോൾ ടു സാക്ക, ട്രൈ ടു ഗെറ്റ് എ സെറ്റ് പീസ് എന്നുള്ളത് ഗെയിം പ്ലേയിലേക്ക് കംപ്ലീറ്റ്ലി പോകുന്ന പോലെയായിരുന്നു. അപ്പോൾ ഇഞ്ചേർഡ് ആയിട്ടുള്ള ഗെയിമൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ they had I think 15+ corners ഉണ്ടായിരുന്നു എനിക്ക് കറക്റ്റ് നമ്പർ ഓർമ്മയില്ല. ആൻഡ് there was 46 crosses into the box. സോ ബേസിക്കലി ഒന്ന് അവർ ഓഡെഗാർഡിൽ റിലയൻ്റ് ആണ്, അതേപോലെ ദേ ആർ റിലയൻ്റ് അറ്റ് സാക്ക, ആൻഡ് ഇഫ് വൺ ഇസ് ആബ്സെന്റ് ദേ ആർ ഓവർ റിലയൻ്റ് ഓൺ വൺ പേഴ്സൺ. സോ ഇത് നമ്മൾ കാണാനുണ്ട്. ഇപ്പോൾ സിറ്റിയതിലാണെന്നുണ്ടെങ്കിൽ സിറ്റി ആർ റിലയൻ്റ് ഓൺ റോഡ്രി, സിറ്റി ആർ റിലയൻ്റ് ഓൺ ഡിബ്രോയിന. സോ ദിസ് ഇസ് എ പ്രോബ്ലം ഇൻ എവറി ടീം. പക്ഷേ ആഴ്സണലിന്റെ കാര്യത്തിൽ ഇഫ് യു ആർ ചാലഞ്ചിങ് ഫോർ ദ ടൈറ്റിൽ there should be other options that can score goals. അപ്പോൾ ഓഡെഗാർഡിന്റെ ഇഞ്ചുറി അവരെ നല്ലോണം എഫക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് I was surprised. അപ്പോൾ ചെൽസി ആയിട്ട് ആൾ സ്റ്റാർട്ട് ചെയ്തു എന്ന് കണ്ടപ്പോൾ ഞാൻ സർപ്രൈസ്ഡ് ആയിരുന്നു. ഞാൻ വിചാരിച്ചിരുന്നു ചെൽസി ആയിട്ട് ആളെ അപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. ബട്ട് ഹി സ്റ്റാർട്ട് ദ ഗെയിം, ഹി ലുക്ക്ഡ് ഓക്കെ. പക്ഷെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഹി വാസൻ ഫുള്ളി ഫിറ്റ്.
റഷ് ചെയ്തിട്ടാണ് ആർട്ടറ്റ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് സോ ആഴ്സണലിന്റെ കാര്യത്തിൽ they have to fix their left hand side. They have to stop this dependency on Odegaard and Saka. അത് കുറച്ചും കൂടി ഫ്ലൂയിഡ് ആയിട്ട് കുറച്ചും കൂടി എല്ലായിടത്തും കോൺട്രിബ്യൂഷൻസ് കിട്ടുന്ന പോലെ ചെയ്യണം. Then another problem is ഇത് ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് they are relying on crosses a lot. 46 crosses ആണ് ഇൻറ്ററായിട്ട് ആഴ്സണൽ അറ്റംപ്റ്റ് ചെയ്തത്. ആൻഡ് ഇത് അറ്റംപ്റ്റ് ചെയ്യുന്നത് എല്ലാതും ബോക്സിലോട്ട് പോകുമ്പോൾ അതർ ദാൻ ഫോർ വെയർ സെന്റർ ബാക്സ് വർ ഗുഡ് അറ്റ് സെറ്റ് പീസസ് ഓർ ഇൻ ദീസ് സെനാരിയോസ് അവർക്കൊരു കില്ലർ സ്ട്രൈക്കർ അവിടെ ഇല്ല. ഗാബ്രിയൽ ജീസസ് ഇപ്പൊ ഞാൻ സിറ്റി ഫാനാണ്. ഐ നോ ഹൗ ടു റേറ്റ് ഗാബ്രിയൽ ജീസസ്. ആള് ഒരിക്കലും ഒരു ഇഫ് യു ആർ ചാലഞ്ചിങ് ഫോർ ദ ടൈറ്റിൽ ഹി കനോട്ട് ബി യുവർ കില്ലർ സ്ട്രൈക്കർ. ഹി ഈസ് നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് എ പ്ലെയർ. ആ ലെവലിലുള്ള പ്ലെയർ അല്ല. സിറ്റിയുടെ കാര്യത്തിൽ ഈവൻ വെൻ വി ഹാഡ് ഗാബ്രിയൽ ജീസസ് വി പ്ലേഡ് എ ഫാൾസ് നയൻ. താളൊരു സബ് പോലെ വന്നിട്ട് മേ ബി ഹി വുഡ് പ്ലേ ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, മേ ബി ഹി പ്ലേ ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ്, അല്ലെങ്കിൽ ആൾ ഫാൾസ് നയനിൽ ചിലപ്പോൾ കളിക്കുന്നുണ്ടായിരുന്നു. ഹി വാസ് ദാറ്റ് എഫക്റ്റീവ്. പക്ഷെ ഹി ഈസ് നോട്ട് എ ടൈറ്റിൽ വിന്നിംഗ് സ്ട്രൈക്കർ ലൈക്ക് ഒരു പഗ്വേറോ അതുപോലെ ഹാലൻഡ് ഓർ ഇപ്പോൾ ആഴ്സണലിന്റെ കാര്യത്തിൽ നോക്കുക ലൈക്ക് സമ്മൺ ലൈക്ക് ബർക്ക്യാം, തിയറി ഹെൻറി ലൈക്ക് ഗ്രേറ്റ് പ്ലേയേഴ്സ്. അതേപോലെ ഒരു കില്ലർ ഇൻസ്റ്റിങ്ക്റ്റ് ഉള്ളൊരു പ്ലെയർ അല്ല. ഹി ഈസ് നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് പ്ലേ. ആൻഡ് ഹാവേഴ്സിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹി ഈസ് ഓക്കെ, ഹി ഈസ് ഡൂയിങ് എ ജോബ് ഫോർ നൗ. അപ്പോൾ നമ്മൾ ചെൽസിയിലോ കാണുന്ന പോലെ തന്നെ ഹീസ് ഡൂയിങ് എ ജോബ്. ചെൽസിയെ നിക്കലസ് ജാക്സൺ ചെയ്യുന്ന പോലെ ഹീസ് ഡൂയിങ് എ ജോബ്. പക്ഷെ എന്താണെന്നുണ്ടെങ്കിൽ ആഴ്സണൽ ഹാവ് ടു ഇൻവെസ്റ്റ് ഇൻ എ സ്ട്രൈക്കർ. ലാസ്റ്റ് സ്ട്രീമിൽ ശിവാങ്ക് മെൻഷൻ ചെയ്തിരുന്നു അവർ ലാസ്റ്റ് കുറച്ച് ട്രാൻസ്ഫർ വിൻഡോസിൽ ഐ തിങ്ക് ദേ ആർ ഓൺലി ഇൻവെസ്റ്റഡ് ലൈക്ക് 50 million euros ഇൻ അറ്റാക്കിംഗ് സൈഡിൽ. അത് ഒരു കൺസേൺ ആണ്. ലൈക്ക് ശരിയാണ് ബാക്കി എല്ലാവരും ഡെവലപ്പ് ചെയ്യണം, അതേപോലെ തന്നെ വി ഹാവ് ടു ഹാവ് പ്ലേയേഴ്സ് ദാറ്റ് ക്യാൻ ഫിനിഷ് ചാൻസസ്. സോ ആഴ്സണലിന്റെ കാര്യത്തിൽ ഇഫ് ദേ ഗെറ്റ് എ സ്ട്രൈക്കർ, പെർഫെക്റ്റ് ഓപ്ഷൻ വാസ് ടോണി വാസ് ദെയർ ഫോർ ദ ടേക്കിംഗ്. അത് എന്തുകൊണ്ട് ആഴ്സണൽ അത് ബൗൺസ് ചെയ്തില്ല എന്നുള്ള കാര്യം എനിക്കതിൽ മേ ബി ബെറ്റിംഗ് ഇഷ്യൂസ് ഒക്കെ ആയിരിക്കും. ആഴ്സണൽ പോലെ ഒരു ബിഗ് ക്ലബിന് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. ലൈക്ക് ഇഫ് ഹി ഗോസ് ആൻഡ് സ്റ്റാർട്ട്സ് ബെറ്റിംഗ് അഗൈൻ, അത് ആഴ്സണലിനെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും. ദാറ്റ് ഇസ് അണ്ടർസ്റ്റാൻഡബിൾ. ബട്ട് ദേ കുഡ് ഹാവ് ഗോൺ ഫോർ എ ഡിഫറെന്റ് സ്ട്രൈക്കർ. ഇപ്പോൾ ഐ തിങ്ക് സെസ്കോ, ദേ ആർ സ്റ്റിൽ ഇൻട്രസ്റ്റഡ് ഇൻ സെസ്കോ. അതേപോലെ ഗ്യോക്കറസ് ആണ് ഇപ്പോൾ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ആഴ്സണലിന് ഇഫ് ദേ വോണ്ട് ടു വിൻ ദ ലീഗ്, ഇഫ് ദേ ആർ അംബിഷ്യസ് ഇനഫ്, go full on for Gyökeres എന്ന് ഞാൻ പറയുള്ളൂ. ബിക്കോസ് ഹീസ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്ട്രൈക്കേഴ്സ് ഇൻ ദ വേൾഡ് റൈറ്റ് നൗ അവൈലബിൾ ആയിട്ടുള്ളതിൽ. സോ ആഴ്സണൽ they have to go and get a killer striker. That is the only way to fix this current situation, or only way to rectify this current situation. അത് ജാനുവരിയിൽ ആഴ്സണൽ ചെയ്യും എന്നുള്ള കാര്യം ഐ ഡോണ്ട് നോ. I don't think Arsenal will address it in January. അതേപോലെ തന്നെ ഗ്യോക്കറസിന് ഒരു റിലീസ് ക്ലോസ് ഉണ്ട്. ഐ തിങ്ക് നിയർ 70 million എന്ന റിലീസ് ക്ലോസ് ഉണ്ട്. അത് ആക്ടിവിറ്റി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ then that's fine. That is good for Arsenal. Then they can easily get back into the title picture. ഇപ്പോഴും ചെയ്യാൻ പറ്റില്ല എന്നല്ല. But I think ഇപ്പോൾ if Arsenal is going to win the league, then Liverpool and City should drop off. Liverpool ഇപ്പോൾ currently they are flying. They are defensive approach is fine. The attacking approach is fine. എന്ത് ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ they are really good. സിറ്റിയുടെ കാര്യത്തിൽ സിറ്റി ഡ്രോപ്ഡ് ഓഫ് എ ബിറ്റ്. ബട്ട് സിറ്റി, ഇപ്പോൾ ഞാൻ സിറ്റി ഫാൻ ആവുകൊണ്ട് അറിയില്ല, നോയിങ് സിറ്റി, നോയിങ് പെപ് ഗാർഡിയോള, സിറ്റി വിൽ ബി ബാക്ക്. അതെനിക്ക് ഞാൻ ഷുവറാണ്. ഇഫ് ഇഞ്ചുറി കൺസേൺസ് ഓക്കെയാണ് ആൻഡ് ഇഫ് സിറ്റി ഗെറ്റ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഇൻ ജാനുവരി, ദേ വിൽ ബി ബാക്ക്. ആഴ്സണലിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഉള്ള കറന്റ് സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ സിറ്റി ആൻഡ് ലിവർപൂൾ ഹാസ് ടു അണ്ടർ പെർഫോം ഫോർ ദം ടു ഗെറ്റ് എ ക്ലിയർ ടൈറ്റിൽ ചാർജ്. കാരണം ദേ ആർ 9 points ഓഫ് ദ ടോപ്പ്, 5 points ഔട്ട് ഓഫ് സിറ്റി. ആൻഡ് നൗ ലെറ്റ്സ് മൂവ് ഓൺ. ലൈക്ക് ഒരു ബ്രീഫ് ഐഡിയ ഇപ്പോൾ കിട്ടിയല്ലോ ആഴ്സണലിന്റെ കാര്യത്തിൽ ഹൗ വി ക്യാൻ ഫിക്സ് ഇറ്റ്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ആർട്ടറ്റയെ കുറിച്ച് കുറേ ഡിസ്കോഴ്സ് പതുക്കെ തുടങ്ങി വരുന്നുണ്ട്. ആർട്ടറ്റ ഔട്ട് പതുക്കെ അവിടെയും ഇവിടെയും കാണുന്നുണ്ട്. നമ്മുടെ ചില പഴയ FT മെമ്പേഴ്സൊക്കെ ആയിട്ട് ട്രൂപ്സും അതുപോലെ ചില ചാനൽസിലൊക്കെ ഇപ്പം തന്നെ ആർട്ടറ്റ ഔട്ട് ചാൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഈവൻ ലൈക്ക് ട്വിറ്റർ പ്ലാറ്റ്ഫോംസ് അതേപോലത്തെ പ്ലാറ്റ്ഫോംസിലൊക്കെ there are Arteta out chance. So ആർട്ടറ്റയുടെ കാര്യത്തിൽ എനിക്ക് അറിയാവുന്ന he has done a magnificent job at Arsenal. അതിൽ നമുക്ക് ആർക്കും ഡിനൈ ചെയ്യാൻ പറ്റില്ല. ഹി ഈസ് ഡൺ എ റിയലി ഗുഡ് ജോബ് അറ്റ് ആഴ്സണൽ. കാരണം വി ഓൾ നോ ആഴ്സണൽ ഏത് സിറ്റുവേഷനിലായിരുന്നു വെൻ ഹി കെയിം ഇൻ. ആഴ്സണൽ കംപ്ലീറ്റ്ലി ലൈക്ക് ഓൾമോസ്റ്റ് മിഡ് ടേബിൾ ക്ലബ് എന്നുള്ള രീതിയിൽ ആയിരുന്നു പെർഫോം ചെയ്തിരുന്നത്. ആൻഡ് ഹി ചേഞ്ച് ദാറ്റ് ആൻഡ് ഹി ബ്രോട്ട് ദം ടു എ ടൈറ്റിൽ കണ്ടൻഷൻ. പക്ഷെ ദ ക്വസ്റ്റ്യൻ ഇസ്, ആളൊരു ട്രാൻസിഷണൽ മാനേജർ ആണോ, or is he the man to win the title, or is he the man to finish the job എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് സോ ഫാർ നമുക്ക് കാണുമ്പോൾ ഹീസ് എ ട്രാൻസിഷണൽ മാനേജർ എന്ന് ആർക്കും വേണമെങ്കിലും പറയാം. ബിക്കോസ് ഹി ഹാസ് വൺ എനിത്തിങ് അതർ ദാൻ ദി FA കപ്പ് ആൻഡ് ദ കമ്മ്യൂണിറ്റി ഷീൽഡ്. അപ്പോൾ
ആർട്ടറ്റയുടെ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ആർട്ടറ്റ ഔട്ട് എന്ന് പറയില്ല. കാരണം ഇപ്പോൾ ലെറ്റ്സ് ആഴ്സണൽ സാക്കും ജാനുവരിയിൽ ഇയാളെ പിടിച്ച് സാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ലൈക്ക് ഡിസംബറിൽ ആളെ പിടിച്ച് സാക്ക് ചെയ്യുകയാണെങ്കിൽ, ദെൻ ദർ ഇസ് നോ മാനേജർ ഇൻ ദ മാർക്കറ്റ് ടു അപ്പോയിന്റ് ഫോർ ആഴ്സണൽ. ആർട്ടറ്റയിൽ ഒരു സ്റ്റെപ്പ് അപ്പ് എടുക്കണം. യു കാൺ ഗോ ഡൗൺ അഗൈൻ. ഇപ്പൊ നേരെ പോയിട്ട് ലൈക്ക് ലെറ്റ്സ് സാക്ക് ചെയ്തിട്ട് വല്ല മെക്കന്നേനെ അതുപോലെ ലൈക്ക് സമ്മൺ ലൈക്ക് എഡി ഹൗ എന്നൊക്കെ ഉണ്ട്. എഡി ഹൗ ഇസ് എ ഗുഡ് മാനേജർ, ബട്ട് സ്റ്റിൽ ഐ റൈറ്റ് ആർട്ടറ്റ ഓവർ എഡി ഹൗ. അങ്ങനെ മാനേജറിനെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ then that is a step down for Arsenal. I think if you are going a step ahead of Arteta, you have to go and get a winner. ഒരു പ്രൂവൺ വിന്നർ, അതല്ലാന്നുണ്ടെങ്കിൽ ആളുടെ കാലിബർ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു മാനേജർ ആയിരിക്കണം. ആൻഡ് ദാറ്റ് ഇസ് പ്രോബബ്ലി നാഗൽസ്മാൻ ആൻഡ് ഇൻസാഗിയാണ് രണ്ട് ഓപ്ഷൻസ് ഇപ്പം എനിക്ക് ഓഫ് ദ ടോപ്പ് ഓഫ് മൈ ഹെഡ് ഉള്ളത്. അതിൽ ഇൻസാഗി ഇസ് നോട്ട് അവൈലബിൾ. ഇൻസാഗി ഇൻഷുർ വിട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺട്രാക്ട് റൺസ് ഔട്ട് ഇൻ 2027. ആൾ എന്താണെന്നുണ്ടെങ്കിൽ ഹി വോണ്ട് ലീവ് ഇന്റർ ഫോർ ആഴ്സണൽ ഓർ എനി ക്ലബ് right now. If any club is lucky, then they can get him in 2027. എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നാഗൽസ്മാൻ ഇസ് എൻ ഇൻട്രസ്റ്റിംഗ് ഓപ്ഷൻ. പക്ഷേ ആൾ ജർമ്മനിയിൽ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ബട്ട് ഐ തിങ്ക് ഹീസ് ടു യങ് ഫോർ അല്ലെങ്കിൽ വേ ടു യങ് ടു ബി എ നാഷണൽ കോച്ച് അറ്റ് ദിസ് ലെവൽ. അപ്പോൾ ആർട്ടറ്റയുടെ കാര്യത്തിൽ ആർട്ടറ്റ ഔട്ട് ഇസ് നോട്ട് പോസിബിൾ റൈറ്റ് നൗ. പിന്നെ ആളുടെ ഒരു ക്വാളിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഹി ഹാസ് ടു ബി എ ബിറ്റ് മോർ ഫ്ലെക്സിബിൾ. ആളുടെ സൈനിങ്സ് ആണെന്നുണ്ടെങ്കിലും അതല്ലാന്നുണ്ടെങ്കിൽ ഹി സ്പെൻഡ് എ ലോട്ട് ഓഫ് മണി, ബട്ട് സ്റ്റിൽ സൈനിങ്സ് ആണെന്നുണ്ടെങ്കിൽ മെയ്ഡ് സെൻസ്. ചില എക്സെപ്റ്റ് ഫോർ 1 or 2 സൈനിങ്സ് ഇറ്റ് മെയ്ഡ് സെൻസ്. പിന്നെ ഇപ്പോൾ ഓബ്വിയസ്ലി എഡു ഗാസ്പർ പോയിട്ടുണ്ട്, അതിന്റെ കുറച്ച് കൺസേൺസ് ഉണ്ട് സ്പോർട്ടിങ്. ബിക്കോസ് ആളായിരുന്നു ലൈക്ക് ആർട്ടറ്റയുടെ മെയിൻ ടോക്കിംഗ് പോയിന്റ് ടുവേർഡ്സ് ദ ബോർഡ്. ആളെ ലിങ്ക് പോലെ ആയിരുന്നു. സോ ആളവിടെ ഇല്ലാത്തത് മേ ബി ആർട്ടറ്റയ്ക്ക് ഒരു ഇഷ്യൂ ആവാണ്ടിരിക്കാം. വി വിൽ സീ അബൌട്ട് ദാറ്റ്. പിന്നെ ടോക്കിംഗ് അബൌട്ട് ആർട്ടറ്റ, ആളുടെ കറന്റ് സിറ്റുവേഷൻ വെച്ച് നോക്കിയാൽ ആളുടെ ഗെയിം സ്റ്റൈൽ കുറച്ച് ഡിഫെൻസീവ് ആണ് എന്ന് എല്ലാവരും പറയുന്നത്. മേ ബി നമ്മുടെ ജെമി കാരഗറൊക്കെ പറഞ്ഞിരുന്നു സിമിലാരിറ്റീസ് ജോസി മൊറീനിയോ എന്നൊക്കെ. അത് വി ഓൾ നോ ജെമി കാരഗറിന്റെ സ്വഭാവം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഹി ഈസ് എ ഫ്ലിപ്പ് ഫ്ലോപ്പ്. ആള് ഇപ്പോൾ ആഴ്ചയിൽ നന്നായി കളിക്കണമെങ്കിൽ ഹി വിൽ സേ ഈസ് ബെറ്റർ ദാൻ പെപ് ഗാർഡിയോള. അതല്ലാന്നുണ്ടെങ്കിൽ ഹി വിൽ സേ ഈസ് എ ബാഡ് മാനേജർ. ആളെ അങ്ങനെ കുണ്ടിറ്റ്സിന്റെ കാര്യം നോക്കാൻ പോകരുതില്ല. ബട്ട് സ്റ്റിൽ ഡിഫെൻസീവ് ആവുന്നുണ്ട്. ബട്ട് ദർ ആർ സർട്ടൺ ഗെയിംസ്. ഇപ്പോൾ ഐ തിങ്ക് ന്യൂകാസൽ ബോർഡ്മത്ത് പോലത്തെ ഗെയിംസ് ഒക്കെ ആഴ്സണൽ ആർ ഗുഡ് എനഫ് ടു വിൻ ദാറ്റ് ഗെയിം ഈവൻ വിത്ത് 10 men. അവിടെ ഒന്നും കൂടുതൽ ഡിഫെൻസീവ് ആയിട്ട് കളിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സോ ദർ ആർ ഇപ്പോൾ സിറ്റി ആയിട്ട് ഇറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ, ലിവർപൂൾ ആയിട്ട് ഇറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ, ഈവൻ ചെൽസി ടു ആൻ എക്സ്റ്റെൻഡ് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. അത്ര അവർ ചെയ്തിട്ടില്ല ചെൽസി ആയിട്ട്. സ്റ്റിൽ ബോർഡ്മത്ത് അതുപോലെ ന്യൂകാസൽ ആയിട്ടുള്ള ഗെയിംസിലൊക്കെ ഇഫ് യു ആർ ഗോയിങ് ടു വിൻ ദ ടൈറ്റിൽ ദെൻ യു ഹാവ് ടു പ്ലേ ഇൻ ദ ഫ്രണ്ട് ഫുട്ട്. കാരണം ഇത് എല്ലാ ഗെയിം ജയിക്കാനുള്ള മെന്റാലിറ്റിയിൽ കളിച്ചിട്ടേ പറ്റുള്ളൂ. ഓൺലി ദെൻ ക്യാൻ യു ബീറ്റ് സിറ്റി, ഓൺലി ദെൻ ക്യാൻ യു ബീറ്റ് ലിവർപൂൾ. സോ ആർട്ടറ്റയുടെ കാര്യത്തിൽ ഹി ഹാസ് ടു ഇംപ്ലിമെന്റ് ദാറ്റ് ഇൻ ടു ഹിസ് ഗെയിം. എപ്പോഴും പ്രാഗ്മാറ്റിക് ആവണ്ടപ്പോൾ പ്രാഗ്മാറ്റിക് ആവണം. അപ്പോൾ നമ്മുടെ ആർനെ സ്ലോട്ട് ഇസ് എ ബെസ്റ്റ് എക്സാമ്പിൾ. ആവശ്യമുള്ള ടൈമിൽ ഈസ് ബീങ് പ്രാഗ്മാറ്റിക് ആൻഡ് അതർ ദാൻ ദാറ്റ് ഈസ് ബീങ് റൂത്ത്ലെസ്. അപ്പൊ അതേപോലെ ഇത് ബാലൻസ് ആർട്ടറ്റ കണ്ടുപിടിക്കണം. മേ ബി ഓഡെഗാർഡും അതുപോലെ ബാക്കിയുള്ള ഇഞ്ചുറീസ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഫ് ദേ കം ബാക്ക് ദെൻ ദേ വിൽ ബി ഫൈൻ. ആൻഡ് മേ ബി ഇഫ് ദേ ഗെറ്റ് എ സ്ട്രൈക്കർ ദേ വിൽ ബി കംപ്ലീറ്റ്ലി എ ഡിഫറെന്റ് ടീം. അതെനിക്ക് ഷുവറാണ്. ഇഫ് ദേ ഗെറ്റ് എ കില്ലർ സ്ട്രൈക്കർ ദിസ് ഇസ് നോട്ട് ഗണ ബി ദ കേസ് ഫോർ ആഴ്സണൽ. ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ദേ ആർ ക്രിയേറ്റിംഗ് ചാൻസസ്, ദേ ആർ ക്രിയേറ്റിംഗ് റിയലി ഗുഡ് ചാൻസസ്. ആ ഒരു കോച്ച മെന്റാലിറ്റിയിലുള്ള സ്ട്രൈക്കറിനൊക്കെ ലൈക്ക് ഒരു ഡ്രീം സെനാരിയോസ് ആണ്. ഇപ്പോൾ 46 ക്രോസസ് ഇൻ ടു ദ ബോക്സ് എന്നൊക്കെ പറഞ്ഞാൽ ഗ്യോക്കറസ് പോലെ സ്ട്രൈക്കർ, അതൊക്കെ ഒരു ലൈക്ക് ഡ്രീം സെനാരിയോ ആണ്. സോ അങ്ങനെയുള്ള ഇതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് ആഴ്സണൽ ഗെറ്റ് എ സ്ട്രൈക്കർ ദെൻ ദിസ് ഇസ് എ കംപ്ലീറ്റ് ഡിഫറെന്റ് സ്റ്റോറി. ആൻഡ് സോ അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ആഴ്സണലിനെ കുറിച്ച്. ആൻഡ് കമ്മിങ് അപ്പ് ടു ദ നെക്സ്റ്റ് ഗെയിംസ് ആഫ്റ്റർ ദ ഇന്റർനാഷണൽ ബ്രേക്ക്, ഐ തിങ്ക് ദേ ആർ പ്ലേയിങ് Nottingham Forest next. Yeah, 23rd of November they are playing Nottingham Forest, then Sporting away in the Champions League, West Ham away, and then United at the Emirates, Fulham away. അതാണ് ഡിസംബർ വരെയുള്ള ഫിക്സ്റ്റേഴ്സ്. ഡിസംബർ 8th ഫുള്ളം അവേ. സോ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കപ്പിൾ ഓഫ് ഡിഫിക്കൽട്ട് ഫിക്സ്റ്റേഴ്സ് ഉണ്ട്. നോട്ടിംഗം ഫോറസ്റ്റ് അവേ ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ് വന്നിട്ട് അവേ അല്ല, എമിറേറ്റ്സിൽ നോട്ടിംഗം ഫോറസ്റ്റ് ആയിട്ട് കളിക്കുന്നത് റിയലി ഡിഫിക്കൽട്ട്. നോട്ടിംഗം ഫോറസ്റ്റ് ദിസ് സീസൺ അവർ എന്തോ ആണ്, ദേ ആർ പ്ലേയിങ് സോ വെൽ. അത് അവർ ശരിയാണ്, പ്രാഗ്മാറ്റിക് അപ്രോച്ച് തന്നെയാണ്. ബട്ട് ഫോർ എ ടീം ലൈക്ക് നോട്ടിംഗം ഫോറസ്റ്റ് ദാറ്റ് ഇസ് ഫൈൻ. Nottingham Forest ആയിട്ടുള്ള ഗെയിം they have to try to win that game. And coming on to Sporting, അത് they will be okay because Sporting അത് transitional ഫേസിലായിരിക്കും. They will be struggling. Amorim പോയിട്ടുണ്ട്, so they will be struggling there. West Ham ആയിട്ടുള്ള ഗെയിം, West Ham is one of those teams that Arsenal struggle with. അപ്പോൾ അതും that will be an interesting match. And Man United
അത് നമുക്കറിയില്ല. നമ്മളെന്തായാലും വാച്ച് ലോങ് ഒക്കെ ചെയ്യും അതിൽ. സോ ആഴ്സണൽ മാൻ യുണൈറ്റഡ് വിൽ ബി ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് അമോറിം വന്നിട്ടുണ്ടാവുക. അപ്പോൾ he would be let's see how that works out for United, but Arsenal, that'll be a tough test for Arteta. അത് ആഴ്സണലിനും അർട്ടറ്റയ്ക്കും ഒരു നല്ല ടഫ് ടെസ്റ്റ് ആയിരിക്കും against Manchester United, against Amorim's Manchester United, because new manager bounce ഉണ്ടാവും. We know that players like Rashford, ഈ പറഞ്ഞ ബ്രൂണോ ഫെർണാണ്ടസ് ഒക്കെ ആ ഒരു ബൗൺസിൽ നന്നായി പെർഫോം ചെയ്യുന്ന പ്ലേയേഴ്സ് ആണ്, ആൻഡ് ദേ വിൽ ബി പെർഫോമിംഗ്. സോ അപ്കമിംഗ് ഫിക്സ്റ്റേഴ്സ് ആർ ഇൻട്രസ്റ്റിംഗ്. ഐ തിങ്ക് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്, വെസ്റ്റ് ഹാം യുണൈറ്റഡ്, ഫുള്ളം, ഈ ഗെയിംസിൽ ആഴ്സണൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ദേ ആർ ഔട്ട് ഓഫ് ദ ടൈറ്റിൽ റേസ്, പ്രൊവൈഡഡ് സിറ്റി സ്റ്റാർട്ട് പ്ലേയിങ് വെൽ ആൻഡ് ലിവർപൂൾ ആർ മെയിൻറ്റെയിനിങ് ദ സെയിം ലെവൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ I think they can drop out, because more than 10 points difference from the top and more than 5 points and more than 7 points or 8 points than City difference വരികയാണെന്നുണ്ടെങ്കിൽ it is really hard to catch up. അത്രയും underperform ചെയ്യണം ആഴ്സണൽ ലിവർപൂൾ for them to then catch up. Because City crunch ടൈമിൽ എത്തിയ they will play well, I'm sure of it. Unless Cityക്ക് പിന്നെ ഇഞ്ചുറീസ് വന്നു, if they don't get a defensive midfielder complete crumble ആവുകയാണെന്ന് they can get past City, but Liverpool are still there. Liverpool doesn't look like they are going to drop points anytime soon. So these fixtures will decide for us. Nottingham Forest at the Emirates, West Ham away, United at the Emirates, and Fulham away. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് എവർട്ടൺ ഗെയിംസ് വരുന്നുണ്ട്, ക്രിസ്റ്റൽ പാലസ് ഉണ്ട്, അത് ടുവേർഡ്സ് ലേറ്റ് ഡിസംബർ ആണ്, അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് ഓഫ് ഡിസംബറിലാണ്. പിന്നെ ക്രിസ്റ്റൽ പാലസ് അവേ വരുന്നുണ്ട്. അല്ല, ഫസ്റ്റ് ക്രിസ്റ്റൽ പാലസ് മാച്ച് ഇസ് ആക്ച്വലി EFL കപ്പ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ക്രിസ്റ്റൽ പാലസ് അവേ ഉണ്ട്. സോ ബിഫോർ ദാറ്റ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്, വെസ്റ്റ് ഹാം ആൻഡ് യുണൈറ്റഡ് ഗെയിംസ് വിൽ ഡിസൈഡ് ദെയർ ഫേറ്റ്. അവിടെ ഇഫ് ദേ ലൂസ് എ ഗെയിം, ഇഫ് ദേ ലൂസ് മോർ ദാൻ 2 games, then it's done. I don't see Arsenal getting back from there unless ഞാൻ പറഞ്ഞ സെനാറിയോ അല്ലാണ്ട്. സോ yeah, that is my breakdown of Arsenal currently. ഇപ്പോൾ Arsenal, Arteta out, I don't support it. Right now it's completely idiotic to sack Arteta. But let's see. Next season will be a defining season for Arteta. Next season, ഇതേപോലെ ആണെന്നുണ്ടെങ്കിൽ then you have to sack him. No two ways about it. But right now, you have to keep him. You have to keep him. പിന്നെ let's see എങ്ങനെയാണ് ഫിക്സ്റ്റേഴ്സിലൊക്കെ ആർസണൽ പെർഫോം ചെയ്യുക എന്നുള്ളത്. We will see, and we will have more videos like this coming up. We will have watch alongs, അതുപോലെ ലൈവ് ഉണ്ടാവും. ലൈവ് ഐ തിങ്ക് കപ്പിൾ ഓഫ് ഡേയ്സിൽ ലൈവ് നമ്മൾ ചെയ്യും. ക്ലബ് ഫുട്ബോൾ തിരിച്ചു വന്നു, ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞിട്ടുണ്ടല്ലോ. സോ വി വിൽ ബി ഡൂയിങ് ലൈവ്സ് ദെൻ. പിന്നെ like always, like the video, share the video, and if you are new around here, subscribe and mention your thoughts. What are you thinking about Arsenal? Endana, like, will Arsenal survive this? Will Arsenal get past this rough patch? Can they win the title? Can they contend for the league title? And also mention like Arteta's situation. What do you think? So mention your thoughts down below and subscribe if you're new, and we'll see you in the next video. Thanks.